ദൈവത്തിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പകൽക്കാലം കർത്താവിനെ ആരാധിപ്പാൻ, ദൈവമഹത്വം കാണുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സകല മഹത്വം യേശു കർത്താവിനെ അർപ്പിക്കുന്നു. കർത്താവിൻ്റെ വലിയ പ്രവൃത്തികളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജീസസ്, ഹല്ലേലൂയ. ഈ പകൽക്കാലം കർത്താവ് വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവച്ചിട്ട് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ. ആത്മതലത്തിൽ നിന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആത്മതലം കയറിയവർക്ക് മനസ്സിലാക്കുള്ളൂ, ആത്മതലത്തിൽ നിന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീസസ് ആ ദൈവിക സാന്നിധ്യവും ദൈവിക സന്തോഷവും ഒക്കെ അനുഭവിച്ചെന്ന് ആരാധിക്കുമ്പോൾ വലിയൊരു പാമ്പ് അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന കണ്ടു. വലിയൊരു പാമ്പ്, സാധാരണ ടൈപ്പല്ല, ഭയങ്കര വലിപ്പമുള്ളത്, പക്ഷെ പല തലകളില്ല, ഒന്നേ ഉള്ളു. ജീസസ്. നമുക്കറിയാം, ഇസബേലിന്റെ വ്യാപാരം എന്ന് പറയുന്ന ആ ഇസബേലിന്റെ ശക്തി, ആ സ്ത്രീ പിശാച്, അതിൻ്റെ കൂടെ 3 പാമ്പാണുള്ളത്. ജീസസ് മനുഷ്യനെ അവരുടെ വിശുദ്ധിയിൽ തെറ്റിക്കുക, അധികാരം കൈയാളുക, അടക്കി വാഴുക, ഇങ്ങനെ 3 നിലയിലുള്ള ശക്തികളാണ് ഈ ഇസബേലിന്റെ വ്യാപാരത്തിൽ നിൽക്കുന്നത്. അതിൽ ഒരു പാമ്പ് ജീസസ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ആത്മാവിൽ തന്നെ കർത്താവിനോട് ചില കാര്യങ്ങൾ ചോദിച്ചു. ജീസസ് എനിക്ക് തോന്നുന്നു 2018 തോന്നുന്നു. ഹല്ലേലൂയ. ഒരു ദിവസം വലിയ വലിയ കൂട്ടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നത് പോലെ ഒരു 12 വയസ്സ് മുകളിലോട്ടുള്ള ചെറുപ്പക്കാരും അതിനോട് ചേർന്ന് മധ്യവയസ്കരും ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്ന പോലെ ആത്മാക്കൾ ഒഴുകി വരിക. അതിനെ കാണിച്ചിട്ട് വിശാരി പറഞ്ഞു, അല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി, ഈ ആളുകളെല്ലാം വന്നു കയറുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞു, വിശാലെ, ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല, ഒരാത്മാവിനെ പോലും കിട്ടിയില്ലെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ജീസസ്. അപ്പൊ ഞാൻ കർത്താവെ, വിശാൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അഡ്ജസ്റ്റ്മെന്റ് വേണ്ടാന്ന് പറഞ്ഞാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അടുത്ത് ഒരു വലിയ കൗൺസിൽ ഇരിക്കുന്ന കാണാനിടയായി. സാധാരണ ഞങ്ങൾക്കുള്ള കൗൺസിൽ എന്ന് പറയുന്നത് 3 പേരോ 4 പേരാണ് മാക്സിമം കാണാറുള്ളത്. എന്നാൽ ഇന്ന് പതിന് വിരോധമായി ഒരു 20-ന് മുകളിൽ വലിയ മേശയ്ക്ക് ചുറ്റും ഒരു 20-ന് മുകളിൽ ആളുകൾ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ കൗൺസിലേഴ്സ് ഇരിപ്പുണ്ട്. അവരെന്തോ തീരുമാനങ്ങൾ എടുത്തു. ഞാനത് പിന്നെ ചോദിച്ചു, കർത്താവേ, ഈ കൗൺസിൽ എന്താണ് തീരുമാനം എടുത്തിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കാണിച്ച കാഴ്ച, ഈ വെളിപ്പെട്ട പാമ്പിന്റെ ശക്തി കുടിയിരിക്കുന്ന ഇടത്തേക്ക് തീ ഇറങ്ങിച്ചെന്നു. എന്നിട്ട് ആ കുടിയിരിപ്പ് കേന്ദ്രം തന്നെ ഒളിച്ചടുക്കി. ജീസസ്. ഇതവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും അറിയാത്ത തലത്തിൽ തകർന്നുപോയി. ജീസസ്. അത് കഴിഞ്ഞ് അല്പം കഴിഞ്ഞപ്പോൾ അങ്ങ് ദൂരെ, ആത്മതലത്തിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ്, അങ്ങ് ദൂരെ സിംഹാസനമാണെന്ന് നമുക്കറിയാം, ഭയങ്കര തേജസ്സാണ് ഒന്ന് പുറപ്പെടുന്നത്. സ്തോത്രം. അതിങ്ങനെ വളരെ ദൂരത്തിലാണ്, അതുപോലെ പക്ഷെ നമുക്ക് കാണുമ്പോൾ അറിയാം അത് ദൈവത്തിന്റെ സിംഹാസനം തന്നെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് ബലപ്പെടുത്തുവാനിടയായി. പിന്നത്തേതിൽ മനസ്സിലായി, വരാൻ പോകുന്ന നാളുകളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തമേറിയ പരിവർത്തനങ്ങൾ നടക്കും.
പ്രവർത്തികൾ വെളിപ്പെടും. അതിന് വിരോധമായി മുന്നോട്ട് വിടാതെ നിൽക്കുന്ന ശക്തികളെ നമ്മൾ മലയാളത്തിൽ പൊളിച്ചെടുക്കുമെന്ന് പറയുന്ന പോലെ ദൈവപ്രവൃത്തി വെളിപ്പെടും. ജീസസ് ഹല്ലേലൂയ. അഡ്ജസ്റ്റ്മെന്റിലൊന്നും അല്ല, പരിശുദ്ധാത്മാവ് ഇടപെട്ട് ഈ അന്ത്യനാളുകളിലേക്ക് അതിനുവേണ്ടി കാത്തിരിക്കുന്നവരെ കൂട്ടിച്ചേർക്കും. ജീസസ് വരുന്നാളുകൾ അത് വെളിപ്പെടും. ജീസസ് വാസ്തവമായി ആ കർത്താവിന് വേണ്ടി നിൽക്കുന്നവർ മാത്രമേ ആ കൂട്ടത്തിൽ കാണുള്ളൂ. അപ്പം തിന്നാനും ആ അനുഗ്രഹം പാലിക്കാനും രോഗസൗഖ്യം പ്രാപിക്കാനും വരുന്നവരൊന്നും അതിനകത്ത് കാണുകയില്ല. ജീസസ് ഇതൊന്നും വേണ്ടെന്നല്ല പറയുന്നത്, അതൊക്കെ വേണം. പക്ഷേ ഈ അന്ത്യനാളുകളിലേക്ക് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ജീസസ് കണ്ടിട്ടുള്ളവരെല്ലാം പുറത്തു വരും. അതിൻ്റെ സമയം ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുകയാണ്. ജീസസ് ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 63-ാമത്തെ വാക്യം. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപയോഗിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. യേശു കർത്താവ് സ്തോത്രം പറയുകയാണ്. ഈ 6-ാം അധ്യായത്തിൽ നമുക്കറിയാം ഇടയ്ക്കിടയ്ക്ക് കർത്തൃമേശയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ശുശ്രൂഷിക്കുന്ന ദേവദാസന്മാർ ഈ ഭാഗങ്ങൾ വായിച്ച് ശുശ്രൂഷിക്കാറുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അവിടെ 41-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന അപ്പം എന്ന് യേശു പറഞ്ഞതിനാൽ യഹൂദന്മാർ ആ യേശുവിനെ കുറിച്ച് കുറുകുറുത്തു. സ്തോത്രം. അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ നമുക്കറിയാം യേശു കർത്താവിനെ പറയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിറങ്ങുന്ന അപ്പം ആകുന്നു. സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ജീസസ് ഹല്ലേലൂയ. അങ്ങനെ താഴോട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഒടുവിൽ വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. നമുക്കറിയാം വചനമാണ് നമുക്കറിയാം ജഡവും കൃപയും സത്യവും നിറഞ്ഞ് നമ്മുടെ ഇടയിൽ പാർത്ത യേശു കർത്താവ്. ആ വചനത്തെ എത്രത്തോളം ഭക്ഷിക്കുന്നോ നാം യേശുവിനെ അതിൽ കൂടെ ഭക്ഷിച്ച് ഒന്നായിത്തീരുകയാണ്. ജീസസ് യേശുവും നാമും ഒന്നായിത്തീരുന്നു. കാരണം അകത്ത് വചനം കൊണ്ട് നിറയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം യേശു നമ്മുടെ അകത്ത് നിറയുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് യേശു കർത്താവ് പറഞ്ഞ് എന്നാ പറയുന്നത്? ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. സ്തോത്രം. മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ജീസസ് പുറമേയുള്ള ജനം കൊണ്ട് ഒരു ഉപകാരമില്ല. സ്തോത്രം. പക്ഷേ നമ്മുടെ ആത്മാവിന് വസിക്കേണ്ട ഒരു പാത്രം മാത്രമാണ് ഇത്. അതാ വചനത്തിൽ പറയുന്നത്. കൊരിന്ത്യരെ നമ്മൾ വായിക്കുന്നത്, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല എന്ന് വരേണ്ടതിന് ഇത് മൺപാത്രത്തിൽ അത്രേ പകർന്നിരിക്കുന്നത്. മണ്ണ് പൊട്ടി ചിതറുകയോ തകരുകയോ ഒക്കെ ചെയ്യുന്ന പോലെ ഈ പാത്രം എന്ത് ചെയ്യും? തകർന്നു പോകും. നമുക്കറിയാം അകത്തിരിക്കുന്ന ആത്മാവ് ഇതിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഹല്ലേലൂയ ഇത് മണിക്കൂറുകൾക്കുള്ളിൽ അഴുകാൻ തുടങ്ങും. ജീസസ് ഹല്ലേലൂയ. അപ്പോഴാണ് ഇവിടെ പറയുന്നത്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. സ്തോത്രം. അപ്പം പുറകിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾ വായിച്ചു നോക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഈ വാക്യത്തിന് പുറകിൽ യേശു കർത്താവ് കുറേ കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ടാണ് പറയുന്നത്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ജീസസ്. പ്രിയമുള്ളവരെ, നാം എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അഥവാ ഈ അന്ത്യനാളുകളിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ എന്താന്ന് പറഞ്ഞേ? ഈ കേൾക്കുന്ന വചനങ്ങൾ എന്താണ്? ആത്മാവും ജീവനുമാകുന്നു. ജീസസ് ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി എബ്രായർ 4:12 ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതുമായി ഇരുവായ്ത്തലയിലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമാകുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ഹല്ലേലൂയ. ജയമടക്കുന്നത് കണ്ടോ? അപ്പൊ ഈ വചനം എന്താണെന്ന് പറഞ്ഞേ?
ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതുമായി ഇരുവായ്ക്കരയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതാണ് ജീസസ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ആത്മാവാണ്, അപ്പൊ തന്നെ ജീവനാണ്. ജീവൻ ഹല്ലേലൂയ, നിത്യജീവനിലേക്ക് നമ്മളെ നടത്തുന്നതാണ് ഈ വചനങ്ങൾ. ജീസസ്, ഈ വചനങ്ങൾ അപ്പോൾ തന്നെ ഇത് ആത്മാവാണ്. ദൈവം ആത്മാവാകുന്നു. ആത്മാവാകുന്ന ദൈവം വചനമായി നമ്മുടെ ഇടയിൽ ഇറങ്ങി വന്ന് പാർത്തതാണ് യേശു കർത്താവ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ജീസസ്. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 3:34 വായിച്ചാട്ടെ. 3:34. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ദൈവം അയച്ചവനെ എന്ത് ചെയ്യും? ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. എന്നിട്ട് പറയാണ് യേശു എന്ത് ചെയ്യുന്നു? യേശു ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. സ്തോത്രം. അപ്പം ഹല്ലേലൂയ, ദൈവം അയക്കുന്നവർ എന്ത് ചെയ്യും? ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കും. ജീസസ്. എന്നിട്ട് പിന്നെ പറയുകയാണ്, ആ ദൈവം എന്ത് ചെയ്യുന്നു? ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. സ്തോത്രം. ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം വീണ്ടോളം കൊടുത്ത് നമ്മൾ വായിക്കുന്നു. അങ്ങനെയെങ്കിൽ ലജ്ജ കൂടാതെ മുട്ടിക്കുമ്പോൾ ആത്മാവിനെ അളവ് കൂടാതെ പകർന്നു തരുന്ന ദൈവം ജീസസ്. ആ ആത്മാവിന്റെ പരിവർത്തനം ഈ വചനത്തിന്മേലുണ്ടാകുമ്പോൾ ഈ വചനം ആത്മാവും ജീവനുമായി മാറുന്നു. ജീസസ്. അത് ഈ മൂർച്ചയേറിയ ഇരുവായ്ത്തലുള്ള വാൾ പോലെയാകുന്നു. ഈ വചനം ചുറ്റിക പോലെയാകുന്നു. ഈ വചനം തീയായി മാറുന്നു. ജീസസ്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. സ്തോത്രം. അടുത്തത് റോമാലേഖനം 8:2 വായിച്ചു. റോമാലേഖനം 8:2. എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്നും ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്നും ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ കൂടെ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. നമ്മളിവിടെ പറഞ്ഞു, യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ഇവിടെ നോക്കിയേ, പിന്നെ പറയാൻ നോക്കിയേ, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. ഹല്ലേലൂയ. അപ്പം നമ്മളോട് യേശു സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. അതൊരു പ്രമാണം. ആ പ്രമാണം അവിടെ അതിവിടെ പറയുന്നത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യുന്ന പറഞ്ഞേ? പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ കൂടെ സ്വാതന്ത്ര്യം വരുത്തുന്നു. ജീസസ്. അപ്പോ ഹല്ലേലൂയ, മരണത്തിന്റെ ഒരു പ്രമാണമുണ്ട്, പാപത്തിന്റെ ഒരു പ്രമാണമുണ്ട്. അപ്പം പാപം പെരുകിയാൽ എന്ത് ചെയ്യും? മരണം സംഭവിക്കും, ആത്മമരണം. ജീസസ്. അപ്പം ക്രിസ്തുയേശുവിൽ കൂടെ ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിലേക്ക് കയറി വന്നാൽ, അതാണ് ഇവിടെ താഴെ പറഞ്ഞത്, ക്രിസ്തുയേശു എന്ത് ചെയ്തു? സ്വാതന്ത്ര്യം വരുത്തി. എന്തിൽ നിന്ന്? പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം വരുത്തിയിട്ട് ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിച്ചു. ജീസസ്.
അതുകൊണ്ടാണ് ആ 1-ാം വാക്യത്തിൽ വായിച്ചത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ബൈബിളിന്റെ ഭാഗം കൂടെ നിങ്ങൾ ചേർത്ത് വായിക്കണം. ജീസസ് ഹല്ലേലൂയ. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. സ്തോത്രം. അപ്പം ഇങ്ങനെ രണ്ടിന്റെ ഇടയിൽ നിൽക്കുകയാണ്. അപ്പോഴാ പറയുന്നത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം അതിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് യേശുവിൽ കൂടെ സ്വാതന്ത്ര്യം ലഭിക്കുന്നു. ജീസസ്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. ജീസസ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം കേൾക്കുന്ന വചനങ്ങൾ ഹല്ലേലൂയ അതെന്താണ്? ജീവന്റെ ആത്മാവിന്റെ പ്രമാണമാണ്. നിത്യജീവനിലേക്ക് നടത്തുന്ന ജീവന്റെ പ്രമാണമാണത്. ഹല്ലേലൂയ. അവിടെ യേശുവിനെ നമ്മൾ ആഴമായി അറിയുമ്പോൾ 6-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച കുറിവാക്യത്തിന്റെ പുറകോട്ടുള്ള ഭാഗങ്ങൾ നന്നായി വായിച്ചു മനസ്സിലാക്കിയാൽ ഹല്ലേലൂയ അവിടെ നിത്യത എങ്ങനെ പ്രാപിക്കാമെന്നുള്ളത് യേശുവോട് വളരെ ശക്തമായി പറയുന്നുണ്ട്. ജീസസ്. ഹല്ലേലൂയ. എന്നെ തിന്നുന്ന എന്മൂലം ജീവിക്കുന്നൊക്കെ അനേക കാര്യങ്ങളോട് പറയുന്നുണ്ട്. ജീസസ്. ഹല്ലേലൂയ. ഓട്ടെ. ഹല്ലേലൂയ. അതിനോട് ചേർന്ന് 1 കൊരിന്ത്യർ 15:45 വായിച്ചാണ്. 1 കൊരിന്ത്യർ 15:45. ജീസസ്. ഹല്ലേലൂയ. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മാവല്ല, പ്രാകൃതമത്രേ ഒന്നാമത്. മതി, അവിടെ നിൽക്കട്ടെ. ഹല്ലേലൂയ. ഒന്നാം മനുഷ്യനായ ആദാം എന്താ പറഞ്ഞേ? ജീവനുള്ള ദേഹിയായി തീർന്നു. ജീസസ്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു. അഥവാ ഹല്ലേലൂയ ആദമിന്റെ ദേഹമല്ല വെളിപ്പെട്ടു നിന്നത്, ദേഹിയാണ് വെളിപ്പെട്ടു നിന്നത്. അല്ലെങ്കിൽ ഹല്ലേലൂയ സോൾ, സ്പിരിറ്റ് അല്ല, സോൾ. അപ്പൊ ആദമിന്റെ സോൾ ആണ് വെളിപ്പെട്ടു നിന്നത്. കാരണം അവർ തേജസ്സിന്റെ വസ്ത്രം ധരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പുറമെയുള്ള ജഡമല്ല വെളിപ്പെട്ടു നിന്നത്, സോൾ ആണ് വെളിപ്പെട്ടു നിന്നത്. അതാണ് അവിടെ പറയുന്നത്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു. എന്നാൽ ഒടുക്കത്തെ ആദാം യേശു കർത്താവ് എന്താ പറഞ്ഞേ? ജീവിപ്പിക്കുന്ന ആത്മാവായി. ഹല്ലേലൂയ. അതിന് ഹല്ലേലൂയ പറയാൻ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്. യേശു കർത്താവ് പറഞ്ഞു എന്റെ ജീവനെ കൊടുക്കാനും തിരികെ പ്രാപിപ്പാനും എനിക്ക് അധികാരമുണ്ട്. ജീസസ്. ഈ വാക്യം അതുകൊണ്ട് ചേരുമ്പോഴാണ് ശരിയാവുന്നത്. ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞു എന്റെ ജീവനെ കൊടുപ്പാനും തിരികെ പ്രാപിപ്പാനും എനിക്ക് അധികാരമുണ്ട്. ഇപ്പൊ പറഞ്ഞു നോക്കി, ഒടുക്കത്തെ ആദാമാകുന്ന യേശു കർത്താവ് ജീവിപ്പിക്കുന്ന ആത്മാവായി. പാപത്താൽ മരിച്ചിട്ട് നിത്യനരകത്തിന് വിധി എഴുതിയിരിക്കുന്നവരെ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കൊടുത്തിട്ട് നിത്യജീവനിലേക്ക് നടത്തുവാൻ ഹല്ലേലൂയ ശക്തനായ കർത്താവ്. പാപം നിമിത്തം എവിടെല്ലാം ആത്മാക്കൾ മരിച്ചിട്ടുണ്ടോ അവരെ ആ നരകത്തിൽ വിടാതെ വണ്ണം നിത്യജീവനിലേക്ക് തിരികെ കൊണ്ടുവന്ന ജീവിപ്പിക്കുന്ന ആത്മാവ്. ജീസസ്. മരിച്ചുപോയ നമ്മുടെ ആത്മാവിലേക്ക് തന്റെ ജീവനെ പകർന്നിട്ട് ആ മരിച്ചിരിക്കുന്ന ആത്മാവിനെ, ഉറങ്ങിയിരിക്കുന്ന ആത്മാവിനെ ജീവിപ്പിച്ചിട്ട് പുരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പുതിയ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന യേശുവിന്റെ മഹത്വമേറിയ പ്രവൃത്തി. ജീസസ്. അതുകൊണ്ടാണ് ഒടുക്കത്തെ ആദാമാവുന്ന യേശു ജീവിപ്പിക്കുന്ന ആത്മാവായി. ഹല്ലേലൂയ. സ്തോത്രം. അല്ലേ നമുക്കറിയാം, ഒന്നാമത്തെ ആദാം എന്തായി? ജീവനുള്ള ദേഹിയായി. എന്നാൽ പിന്നത്തേതിൽ മരിച്ചുപോയി. ജീസസ്. എന്നാൽ യേശു കർത്താവ് മരിച്ചവരെ ജീവിപ്പിക്കുന്ന, ആത്മമരണം സംഭവിച്ചവരെ ജീവിപ്പിക്കാൻ തക്കവണ്ണം ആത്മാവിനെ പകർന്ന്
നിത്യനരകത്തിന് വിധി എഴുതിയവരെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് നിത്യജീവനിലേക്ക് വഴി നടത്തുന്ന ആത്മാവായി മാറി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോ ജീസസ് ആത്മതലം കയറുമ്പോഴാണ് നമുക്കതിന്റെ ആഴങ്ങൾ പിന്നെയും മനസ്സിലാകുന്നത്. ജീസസ് അവിടെ ഹല്ലേലൂയ സ്തോത്രം. യേശു കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. ഇതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങാൻ ഹല്ലേലൂയ സാധാരണ നിലയിൽ കഴിയത്തില്ല ജീസസ്. എന്നാൽ ആത്മതലം കയറുമ്പോഴാണ് വാസ്തവത്തിൽ ഇതിന്റെ ആഴങ്ങൾ നമുക്ക് വെളിപ്പെട്ട് വരുന്നത് ജീസസ്. അതിലേക്ക് നമ്മളെ വിടാതെ നിൽക്കുന്ന ഒരു മറയുണ്ട് ജീസസ്. ഹല്ലേലൂയ. ഈ ഇപ്പോൾ നമ്മൾ പറഞ്ഞ വചനം, എന്നിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പോൾ സംസാരിച്ച വചനങ്ങൾ നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. സ്വന്തം ശരിയാണ്, ശുദ്ധീകരണം പ്രാപിച്ചു. പക്ഷെ അടുത്ത ലെവലിലേക്ക് കയറാൻ കഴിയാതെ അവിടെ ഒരു മറ നിൽക്കുക. ആ മറ തകർന്നെങ്കിലേ ജീസസ് നിങ്ങൾ അടുത്ത ലെവലിലേക്ക് കയറത്തുള്ളൂ. വാസ്തവമായി ഈ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്താണെന്നും ക്രിസ്തുയേശു ജീവിപ്പിക്കുന്ന ആത്മാവാണെന്നും ഒക്കെയുള്ള അതിന്റെ ആഴങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ മുമ്പിൽ നിൽക്കുന്ന ഈ മറ തകർന്നു പോകണം. അതാണ് അതിനെ മുന്നോട്ട് വിടാതെ നിൽക്കുന്നത് ജീസസ്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു, യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. സ്തോത്രം. എഫെസ്യ ലേഖനം 6:10 നിന്ന് വായിച്ചു തന്നിട്ട് വാക്യങ്ങൾ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ട. അവിടെ നിർത്തിക്കൊന്ന്. ഒടുവിൽ എന്ത് ചെയ്യണം? ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങള് നമുക്ക് രാജ്യത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ അത്ര അല്പം പ്രയാസമുള്ള കാര്യമാണ്, ഈസി അല്ല അത് ജീസസ്. എന്നാൽ അതിലേക്ക് കയറി ചെല്ലാനാണ് ഇപ്പൊ ഇവിടെ അപ്പോസ്തലൻ പറയാണ്, ഒടുവിൽ കർത്താവിലും യേശുവിന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. ഞാൻ പറഞ്ഞല്ലോ, ഒരു മറ നിൽക്കുന്നത് കൊണ്ട് അപ്പുറത്തേക്ക് കടക്കാൻ കഴിയാതെ, ഈ ശക്തി വേണ്ടുപോലെ പ്രാപിക്കാൻ കഴിയാതെ പലപ്പോഴും നമ്മൾ ഒതുക്കപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ വചനങ്ങൾ എത്ര ശക്തിയുള്ളതാണെങ്കിലും അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങാൻ കഴിയാതെ നമ്മളെ പുറകോട്ട് പിടിക്കുന്നു. അവിടെയാണ് അപ്പോസ്തലൻ പറയുന്നത്, ഒടുവിൽ കർത്താവിലും യേശുവിന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. എന്നിട്ട് പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവ്വായുധ വർഗ്ഗം ധരിച്ചുകൊള്ളുക. ഹല്ലേലൂയ. അപ്പൊ ഇതിൽ ഈ മറ വെച്ച് നമ്മളെ പുറകോട്ട് പിടിക്കുന്നത് കൊണ്ട് ഓർക്കണം, എന്താണ് അവിടെ നടക്കുന്നത്? പിശാചിന്റെ തന്ത്രങ്ങളാണ് ഈ മറ പോലെ നിൽക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഈ തന്ത്രങ്ങളെ ജയിക്കാൻ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ? ദൈവത്തിന്റെ സർവ്വായുധ വർഗ്ഗം എടുക്കണം. പണ്ടെടുത്തതായിരിക്കും ഈ സർവ്വായുധ വർഗ്ഗം. പക്ഷെ ഇപ്പൊ അതല്ല. എന്ത് സംഭവിച്ചു? തുരുമ്പ് പിടിച്ചു പോയി ജീസസ്. നല്ല നമ്മ മനസ്സിലാക്കുന്ന ഭാഷ പറഞ്ഞ തുരുമ്പ് പിടിച്ചു പോയി ഇതെല്ലാം. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. സദൃശവാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യം കിടപ്പുണ്ട്, ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു ജീസസ്. നമുക്കറിയാം, തുരുമ്പ് പിടിച്ച ഇരുമ്പിനെ അരവാകുന്ന ഇരുമ്പ് കൊണ്ട് രാഗി എന്ത് ചെയ്യും? മൂർച്ച വരുത്തും ജീസസ്. ഇനി തുരുമ്പ് പിടിച്ചു പോയ ഇരുമ്പ് കഷ്ണത്തെ കല്ലിന്റെ ഒലയിൽ തീക്കകത്തിട്ട് അവൻ ഒന്നുകൂടി പഠിപ്പിച്ചെടുത്താലും ചുറ്റിയിട്ടത്തെ അടിച്ച് ഭാഷ വരുത്തിയാലും ലാസ്റ്റിൽ അരം കൊണ്ട് രാഗിയാണ് അതിന് മൂർച്ച വരുത്തുന്നത്. അവ ഇരുമ്പിന് മൂർച്ച വരുത്തും. ഇതുപോലെ ആത്മാവിൽ ഒതുക്കപ്പെട്ടു പോയെങ്കിൽ ആത്മാവാകുന്ന വചനവും കൊണ്ടും ആത്മാവിന്റെ ശക്തി കൊണ്ടും ഹല്ലേലൂയ ആ തീക്കകത്തേക്ക് കയറ്റി വിടുമ്പോൾ ഈ തുരുമ്പ് പിടിച്ചു പോയ ഇരുമ്പ് എന്തായി മാറുകയാണ്? തിളക്കം പ്രാപിച്ച് അല്ലെങ്കിൽ നല്ല പഴുപ്പിച്ചൊക്കെ തിളക്കത്തിലേക്ക് വന്നിട്ട് പിന്നെ അത് തണുപ്പിച്ച് ആ ഇരുമ്പ് കൊണ്ട് രാഗി ഒന്നൊഴിയുമ്പോൾ നല്ല വെള്ളി പോലെ ഇരിക്കും ജീസസ്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. അങ്ങനെ ആ സർവായുധ വർഗം പണ്ട് 10 വർഷം മുമ്പ് പ്രാപിച്ചതല്ല. അതൊക്കെ
തുരുമ്പ് പിടിച്ചതിനെ ഒക്കെ നല്ല മിനുക്കിയെടുത്ത് ഈ കാലഘട്ടത്തിലേക്ക് അതെങ്ങനെ പ്രയോജനപ്പെടുത്തണം, ഈ കാലഘട്ടത്തിൽ അതെങ്ങനെ നിൽക്കണം, ആ തലത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം, മിനുക്കി കൊണ്ടുവരണം. ചില പ്രയാസങ്ങളുണ്ട്. ഹല്ലേലൂയ ഏൽപ്പിച്ചു കൊടുത്താൽ കർത്താവ് തന്നെ അത് ചെയ്തു തരും. തുടക്കത്തിൽ പറഞ്ഞ ഹല്ലേലൂയ ആലോചന കേട്ടല്ലോ, ചില കാര്യങ്ങൾ നമുക്ക് സ്വയം ചെയ്യാൻ പറ്റത്തില്ല, കർത്താവ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ കർത്താവ് ചെയ്യേണ്ടത് ചെയ്തോളും. ജീസസ് ഹല്ലേലൂയ ജയമെടുക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ആ സ്വർഗത്തിലെ കൗൺസിലോ അല്ലെങ്കിൽ യേശു കർത്താവോ ചില തീരുമാനങ്ങൾ എടുത്താൽ അതിനെ തടയാനോ തകർക്കാനോ പിശാചിന് കഴിയത്തില്ല. പിന്നെ വേണ്ടിയത് എന്താണ്, അത് കറക്റ്റായി കർത്താവ് ചെയ്യും. ജീസസ് തകർക്കേണ്ടത് തകർക്കും, ഉടയ്ക്കേണ്ടത് ഉടയ്ക്കും, രൂപാന്തരപ്പെടുത്തേണ്ടത് രൂപാന്തരപ്പെടുത്തും, മാറ്റിക്കളയേണ്ടതാണെങ്കിൽ മാറ്റിക്കളഞ്ഞിരിക്കും. ജീസസ് ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. എന്തുകൊണ്ട് അത് പറഞ്ഞു വരുമ്പോൾ നമുക്ക് അവിടെ രണ്ട് കാര്യം പറയുന്നുണ്ട്. സകല പ്രാർത്ഥനയാലും യാതനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും. അപ്പം ഈ സർവായുധവർഗം പറഞ്ഞു വരുമ്പോൾ ഒടുവിൽ പറയുന്ന രണ്ട് കാര്യമാണ്. ഒന്ന്, പ്രാർത്ഥിക്കണം, ആത്മാവിൽ പ്രാർത്ഥിക്കണം. ജീസസ് ഹല്ലേലൂയ. പ്രാർത്ഥന പറയാൻ പാടില്ലാത്ത ഒരു കാലത്താണ് നമ്മൾ വന്നു നിൽക്കുന്നത്. രണ്ട്, ആത്മാവിലുള്ള പ്രാർത്ഥനയും ശക്തമായി വെളിപ്പെടണം. അഥവാ ഹല്ലേലൂയ നമ്മുടെ സ്വന്തം ഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ അന്യ ഭാഷയിലും നമ്മൾ സമയങ്ങൾ വേർതിരിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ലെവലിലേക്ക് കയറി വരണം. ജീസസ് ഹല്ലേലൂയ. നമ്മുടെ സ്വന്തം ഭാഷയിൽ പ്രാർത്ഥിക്കണം, പോലെ അന്യ ഭാഷയിലും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് ആ ലെവലിൽ കയറി അടുത്ത ലെവലിൽ എത്തുമ്പോഴേ ഹല്ലേലൂയ ദൈവപ്രവൃത്തി വെളിപ്പെടത്തുള്ളൂ. ഈ തുരുമ്പ് പിടിച്ച ആയുധങ്ങളൊക്കെ മിനുങ്ങി നല്ല പാളുകളെ മിനുങ്ങി വരും. ജീസസ് ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. സ്തോത്രം. ഇതേ എഫേസ്യ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം വായിച്ചാട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വെളിയാലുള്ള ആശ ഇന്നതെന്നും മതി. ഹല്ലേലൂയ. സ്തോത്രം. യേശുവിനെ തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും. ജീസസ് കണ്ടോ, ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവ്. അപ്പോൾ അടുത്ത പറയുന്നു, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് യേശുവിന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും തിരിച്ചറിയേണ്ടതിനും ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീസസ് ഹല്ലേലൂയ. അപ്പം ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവ്. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ 9 കൃപാവരങ്ങളിൽ പെട്ട ഒരു വിഷയമാണത്. എന്നാൽ അതിനൊരു മാറ്റം വരും. യെസ് ഹല്ലേലൂയ. അടുത്ത നാളുകളിൽ വെളിപ്പെടാൻ പോകുന്ന ആത്മപകർച്ചയിൽ 9 കൃപാവരങ്ങളല്ല, മറിച്ച് ദൈവത്തിന്റെ 7 ആത്മാക്കൾ ശക്തിയോടെ ഇറങ്ങി വരും. ജീസസ് ഹല്ലേലൂയ. ദൈവത്തിന്റെ 7 ആത്മാക്കൾ. ഹല്ലേലൂയ. ഒന്നാമത് the word of wisdom and revelation. ഹല്ലേലൂയ. സ്തോത്രം. അന്ത്യകാലത്ത് വെളിപ്പെടാൻ പോകുന്ന ഹല്ലേലൂയ സ്തോത്രം. ശക്തമേറിയ ശുശ്രൂഷ എന്ന് പറയുന്നത് പ്രവചനം തന്നെയാണ്. പക്ഷെ പ്രവചനം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത തലത്തിലുള്ള പ്രവചന ശബ്ദം വെളിപ്പെടാൻ പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതിനകത്ത് 3 കാര്യങ്ങൾ വെളിപ്പെടും. 1 ശക്തമേറിയ പ്രവചനം, 2 ശക്തമേറിയ വെളിപ്പാട്, ശക്തമേറിയ സ്വപ്നത്തിൽ കൂടിയുള്ള ആലോചന, ദർശനം. ജീസസ് ഹല്ലേലൂയ. ശക്തമേറിയ ദർശനം, ശക്തമേറിയ വെളിപ്പാട്, റെവലേഷൻ, ശക്തമേറിയ പ്രവചനങ്ങൾ. ആർക്കും ഖണ്ഡിക്കാൻ കഴിയാത്ത നിലയിൽ, ആർക്കും എതിർത്തു പറയാൻ കഴിയാത്ത നിലകളിൽ ഈ ശക്തമേറിയ പ്രവചനം വലിയ നാളുകളിൽ വെളിപ്പെട്ടു തുടങ്ങും. ജീസസ്
ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. അപ്പോ ഹല്ലേലൂയ. അവിടെ അപ്പോസ്തലൻ പറഞ്ഞു നോക്കിയേ, ഹല്ലേലൂയ, നീ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ വായിച്ചു 17. യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ, അപ്പൊ ജ്ഞാനത്തിന്റെയും നോളജ്, ജ്ഞാനത്തിന്റെയും ഈ വെളിപ്പാടിന്റെയും ആത്മാവിനെ കിട്ടിയെങ്കിലേ യേശുവിനെ കുറിച്ചും പിതാവിനെ കുറിച്ചും നമുക്കൊരു വെളിപ്പാട് കിട്ടത്തുള്ളൂ. ജീസസ്, ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. ഇനി അതിന് എന്ത് വേണമെന്നാ പറഞ്ഞത്? നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം, ആത്മക്കണ്ണ് തുറന്നു വരണം. ജീസസ് അല്പമൊക്കെ ആത്മക്കണ്ണ് തുറന്നിട്ടുണ്ട്. ഒരു അല്പമൊക്കെ ആത്മീയ നിലവാരത്തിൽ നിൽക്കുന്നവരുടെ ആത്മക്കണ്ണ് അല്പമൊക്കെ തുറന്നുണ്ടെന്ന്. അത് ഓരോ ലെവൽ അനുസരിച്ചാണ്. 10 ഡിഗ്രി, 20 ഡിഗ്രി, 40 ഡിഗ്രി, ഹല്ലേലൂയ. അങ്ങനെ റൗണ്ട് സർക്കിൾ എടുത്ത് നോക്കിയാൽ 360 ഡിഗ്രിയിൽ പ്രകാശിക്കുന്ന അനുഭവങ്ങളുണ്ട്. അത് സാധാരണക്കാർക്ക് ലഭ്യമല്ല. അത് ജീസസ് അല്ലെ, അസാധാരണമായ ദൈവപ്രവൃത്തി ചെയ്യുന്നവരുടെ മേൽ അത് വെളിപ്പെട്ടു വന്നിരിക്കും. 360 ഡിഗ്രിയിൽ പോകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. നമ്മുടെ കുറുവാക്യം മറക്കരുത്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. അതിലേക്ക് കയറി പോകാനും പ്രാപിക്കുവാനുള്ള വഴിയാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ജീസസ്, ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. ജീസസ്. അപ്പൊ എഫേസ്യർ 1:17 മറക്കരുത്. ഹല്ലേലൂയ. കർത്താവിന്റെ വിളിയാലുള്ള ആശ. യേശു നമ്മളെ വിളിച്ചതിന്റെ പിന്നിൽ കർത്താവിന്റെ ആശയുണ്ട്. ജീസസ്, ഹല്ലേലൂയ. എനിക്കൊന്ന് കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ചയിലാണ് പറഞ്ഞു, യേശു നമ്മളെ എങ്ങനെ കാണുന്നു എന്നുള്ളതൊന്ന് മനസ്സിലാക്കുവാൻ നമ്മൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്നു. നമ്മളെ ഇഷ്ടപ്രകാരം ഉപസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, സുവിശേഷം പറയുന്നു, ശുശ്രൂഷ നമ്മളെ ഏൽപ്പിച്ച് ശുശ്രൂഷ ചെയ്യുന്നു. പക്ഷേ ഇതെല്ലാം യേശു എങ്ങനെ കാണുന്നു? ജീസസ്. ഒരു കൂട്ടർ കർത്താവിന്റെ അടുക്കാന്ന് പറഞ്ഞില്ലേ, ഞങ്ങൾ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഭൂതങ്ങൾ പുറത്തായി, നിന്റെ നാമത്തിൽ അങ്ങനെയൊക്കെ ചെയ്തു. ഉടനെ കർത്താവ് എന്നാ പറഞ്ഞേ? ഞാൻ ഒരു നാളും നിങ്ങളെ ജീസസ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? അതുകൊണ്ട് അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പീൻ, പരീക്ഷിക്കും. ജീസസ്. അപ്പം വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ എന്ത് ചെയ്യണം? പരിശോധിക്കണം. ഇത് തന്നെയാണ് യേശുമായി. ഹല്ലേലൂയ. യേശു നമ്മളെ എങ്ങനെ കാണും? അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചോദിച്ചുകൊണ്ടിരിക്കണം. ജീസസ്, കുഴപ്പമെല്ലാം ഉണ്ടോ? തകരാറുണ്ടോ? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അപ്പോഴാ ഒന്നുകൂടെ പറയുന്നേ, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. പ്രകാശിച്ചെങ്കിലേ യേശു നമ്മളെ വിളിച്ച വിളിയുടെ പിന്നിലുള്ള പദ്ധതികൾ വെളിപ്പെട്ട് വരത്തുള്ളൂ. ജീസസ്. അല്ലാതെ വരുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരോട് ആലോചന ചോദിക്കാൻ പോകേണ്ടി വരുന്നത്. ജീസസ്. എന്നാൽ നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെട്ടുകൊണ്ടേയിരിക്കും. ജീസസ്. അതിനുവേണ്ടി ആളുകൾ ശക്തമായി പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞല്ലോ. ബുദ്ധിയിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക. ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. ജീസസ്, ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. സങ്കീർത്തനം 18:29, 2:39. 18:29. ജീസസ്. 18:29. നീ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. ഹല്ലേലൂയ. ഈ ദീപം എന്നതാ? വിളക്ക് അല്ലേ? ആരാ വിളക്കിനെ കത്തിക്കുന്നത്? യേശു കർത്താവ് തന്റെ ആത്മാവിനെ കൊണ്ട്. അല്ലേ? ഇവിടെ പറയുന്നു, യഹോവയെ നീ എന്റെ ദീപത്തെ കത്തിക്കും. യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും.
ഹല്ലേലൂയ. തിരിഞ്ഞു നോക്കിക്കേ, രക്ഷിക്കുന്നതിന് മുമ്പ് ഹല്ലേലൂയ നമ്മുടെ ആത്മാവാകുന്ന വിളക്ക് കെട്ടിരിക്കുകയായിരുന്നു, അത് കത്തുന്നില്ലായിരുന്നു. എന്നാൽ കർത്താവിന് കൃപ തോന്നി. കർത്താവിന്റെ കൃപയാൽ വചനത്തെ അയച്ചു, ദൈവദാസന്മാരെ അയച്ചു, അല്ലെങ്കിൽ നേരിട്ട് ഇടപെട്ടു. എങ്ങനെ? വചനത്തെ തന്നു, വചനം കേട്ടു, അകത്ത് കയറി ആ കെട്ടിരുന്ന വിളക്കിനെ ഇങ്ങനെ ഒലസാൻ തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ, അത് കത്താൻ തുടങ്ങി. കത്തി കത്തി അല്ലെങ്കിൽ പിന്നത്തേതിൽ വചനം കേൾക്കും തോറും ആത്മാവിന്റെ പരിവർത്തനത്തിലൂടെ വിളക്കിനകത്തേക്ക് എണ്ണ നിറഞ്ഞു വന്നു, കത്താൻ തുടങ്ങി. ജീസസ് അടുത്ത പറയുന്ന യഹോവേ, നീ എന്റെ അന്ധകാരത്തെ കണ്ടോ? അപ്പൊ അന്ധകാരത്താൽ മൂടപ്പെട്ട് കിടക്കുകയായിരുന്നു, ഇരുട്ടിലായിരുന്നു. ഇപ്പൊ എന്ത് സംഭവിച്ചു? ഇരുട്ടിനെ മാറ്റി ഈ വിളക്ക് കത്താൻ തുടങ്ങിയപ്പോൾ ശരീരം മുഴുവൻ പ്രകാശിക്കാൻ തുടങ്ങി. ആത്മ മനുഷ്യനും ദേഹി മനുഷ്യനും ഒരുപോലെ പ്രകാശിക്കാൻ തുടങ്ങി. ജീസസ് 39 വായിച്ചു. യുദ്ധത്തിനായി യഹോവയുടെ അരയ്ക്ക് ശക്തി കെട്ടി. കണ്ടോ? അപ്പോ ഈ പ്രകാശം വന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ. അന്ധകാരക്കടത്തിൽ കിടക്കുന്നവർക്ക് എങ്ങനെ യുദ്ധം ചെയ്യാൻ പറ്റും? ഇരുട്ടിനകത്തോട്ട് നോക്കിക്കൊണ്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ? പക്ഷെ ഇരുട്ട് മാറി പ്രകാശം വന്നപ്പോൾ യുദ്ധം ചെയ്യാനുള്ള ശക്തി വന്നു. ജീസസ് അന്ധകാരം വിട്ട് മൂടിയിരുന്ന സ്ഥാനത്ത് അന്ധകാരം മാറി, ഇരുട്ട് മാറി, ദൈവിക പ്രകാശം വന്നപ്പോൾ പിന്നെയും ഇതിനെ ഇരുട്ടാക്കാൻ വാദിച്ചു നിൽക്കുന്ന ശക്തികളോട് യുദ്ധം ചെയ്യുവാനുള്ള ശക്തി ദൈവം പകർന്നു. നമ്മെ വായിച്ചു പറയാൻ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. യേസ്, ആത്മാവും ജീവനുമാകുന്ന വചനം അകത്ത് കയറി, അകത്തുണ്ടായിരുന്ന ഇരുട്ട് മാറി, അല്ലെ പ്രകാശം വന്നപ്പോൾ പിന്നെയും ഇരുട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് വാദിക്കുന്ന ശക്തികളോട് യുദ്ധം ചെയ്യുവാനുള്ള ശക്തി സ്വർഗത്തിലെ ദൈവം പകർന്നു തന്നു. ജീസസ് ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു, യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. എബ്രായർ 9:8 വായിച്ചാട്ടെ. മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. സ്വത്രം ഹല്ലേലൂയ. അപ്പോൾ നമുക്കറിയാം, ഇത് പഴയ നിയമത്തിലെ കൂടാരത്തിന്റെ അവസ്ഥ നോക്കിയാൽ ഹല്ലേലൂയ സ്വത്രം, ആ മുൻകൂടാരം അല്ലെങ്കിൽ അതിന്റെ ഘടന ഹല്ലേലൂയ വിശുദ്ധ സ്ഥലം, ഹല്ലേലൂയ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. സ്തോത്രം. ഈ 3 ഘടനയിൽ ഈ താഴത്തെ 2 സ്റ്റേജ് നിൽക്കുന്നിടത്തോളം ഹല്ലേലൂയ അതിപരിശുദ്ധ സ്ഥലത്തെ കയറുവാൻ മഹാപുരോഹിതനൊഴികെ ആർക്കും കഴിയത്തില്ല. ജീസസ് മുൻകൂടാരം നിൽക്കുന്നിടത്തോളം ഹല്ലേലൂയ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ സൂചിപ്പിക്കുന്നു. ഈ മുൻകൂടാരത്തിൽ അല്ലെങ്കിൽ ഹല്ലേലൂയ സ്വത്രം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ നമ്മുടെ പുറമേയുള്ള ആ കൂടാരം ഇങ്ങനെ സ്റ്റബോണായി നിൽക്കുന്നിടത്തോളം അകത്തേക്കുള്ള അതിപരിശുദ്ധ സ്ഥലം, അവിടാണല്ലോ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വസിക്കുന്നത്. ജീസസ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വസിക്കുന്നത് നമ്മുടെ അകത്തെ മനുഷ്യനിൽ, ആത്മമനുഷ്യനിലേക്കാണ് ആത്മാവ് ഇറങ്ങി, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്. നമ്മുടെ ആ ആത്മ മനുഷ്യനാണ് എന്തായി മാറുന്നത്? ദൈവത്തിന്റെ ആ അതിപരിശുദ്ധ സ്ഥലമായി മാറുന്നത്. ജീസസ് അപ്പൊ അവിടേക്ക് ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യത്തെ തടയുന്ന 2 വഴികളാണ്. ഒന്ന് നമ്മുടെ ജഡം,
രണ്ട് നമ്മുടെ ദേഹി സോൾ. ഹല്ലേലൂയ. ഇത് രണ്ടും കൂടെ ചേർന്ന് ഒരുമിച്ച് നിന്നാൽ ഹല്ലേലൂയ അകത്തെ മനുഷ്യനിലേക്ക് യേശുവിനോ പരിശുദ്ധാത്മാവിനോ ഇറങ്ങി വരുവാൻ കഴിയത്തില്ല. എന്നാൽ ആത്മാവിന്റെ ഇഷ്ടത്തിന് ഇവര് രണ്ടുപേരും കീഴടങ്ങി കൊടുത്താൽ ഹല്ലേലൂയ യേശു നമ്മുടെ അകത്ത് വരും, അല്ല പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വരും. ഹല്ലേലൂയ. അപ്പം മുൻകൂടാരം ഈ പഴയ കൂടാരം നിൽക്കുന്നിടത്തോളം അകത്തെ മനുഷ്യനിലേക്ക് ആത്മമനുഷ്യനിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുകയാണ്. അപ്പൊ ഈ മുൻകൂടാരത്തിന് എന്ത് സംഭവിക്കും? ഇതിനൊരു തകർച്ച വരണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ഉന്നത ഭാവമോ നികളമോ ഹല്ലേലൂയ ഒക്കെ ഹല്ലേലൂയ സ്വത്രമൊക്കെ എവിടുന്ന് വരും? ഈ പുറമേയുള്ളവരിൽ നിന്ന് വെളിപ്പെട്ട് വരും. ജീസസ്. മറിച്ച് സൗമ്യതയും താഴ്മയും വിനയവും വെളിപ്പെട്ടാൽ അവിടെ യേശുവിന്റെ ഭാവം നമ്മിൽ വെളിപ്പെടുമ്പോൾ എളുപ്പത്തിൽ എന്ത് വരും? പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മമനുഷ്യനിലേക്ക് ഇറങ്ങി വരും. അതിന്റെ റേഡിയേഷൻ അല്ലെങ്കിൽ അവിടെ വെളിപ്പെടുന്ന സാന്നിധ്യം നമ്മുടെ ദേഹി മനുഷ്യനിലേക്കും വ്യാപരിക്കും. അത് ശരീരത്തിലേക്കും വെളിപ്പെടും. അത് ശരീരത്തിൽ വെളിപ്പെടുമ്പോഴാണ് പലർക്കും നമ്മളെ കാണുമ്പോൾ ഹല്ലേലൂയ ദൈവിക സാന്നിധ്യം തിരിച്ചറിയുവാൻ കഴിയുന്നത്. അങ്ങനെയുണ്ട് ഉള്ളവരെ കാണുമ്പോൾ തന്നെ പറയും, ഒരു വ്യത്യാസമുണ്ടല്ലോ. ഹല്ലേലൂയ. ഹല്ലേലൂയ ഒരു ദൈവിക ചൈതന്യം കാണുന്നുണ്ട്. ജീസസ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാ? അകത്ത ദൈവ സാന്നിധ്യം വന്നു. അപ്പൊ പുറമേയുള്ള കൂടാരത്തിന് ഒരു തകർച്ച വന്നെങ്കിലേ അകത്തെ മനുഷ്യൻ ആത്മാവിൽ ബലപ്പെടത്തുള്ളൂ. പുറമേയുള്ളവൻ ഒതുങ്ങി കൊടുക്കുന്നെങ്കിൽ ഹല്ലേലൂയ നമുക്കറിയാം ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഹല്ലേലൂയ 3 നിലകളിൽ നിന്ന് വെല്ലുവിളിക്കുകയും പോരാടുകയും ചെയ്യുന്ന ഒരു മണ്ഡലമാണത്. അതിനകത്തിട്ടാണ് ഹല്ലേലൂയ എന്ത് ചെയ്യുന്നത്? ഈ പുറമേയുള്ളവനെ വട്ടം കറക്കുന്നത്. ജീസസ്. അതുകൊണ്ട് ആത്മാവിന്റെ ഫലങ്ങളും ജഡത്തിന്റെ പ്രവൃത്തികളെയും കുറിച്ച് പറയുമ്പോൾ ജഡത്തിന്റെ പ്രവൃത്തികളോ എന്ന് പറഞ്ഞിട്ട് 15 കാര്യങ്ങളാണ് പറയുന്നത്. ഗലാത്യ ലേഖനം ഹല്ലേലൂയ സ്വത്ത് നമ്മൾ വായിക്കുന്ന 15 കാര്യങ്ങൾ. ഹല്ലേലൂയ കോപം, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഇങ്ങനെ 15 കാര്യങ്ങൾ പറയുമ്പോൾ 9 കാര്യങ്ങൾ ആത്മാവിന്റെ ഫലമായി വെളിപ്പെട്ടു വരുന്നു. ജീസസ്. ഹല്ലേലൂയ. 5 കാര്യങ്ങളുണ്ടോ? അശുദ്ധി, ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്. കണ്ടോ ജഡത്തിന്റെ പ്രവൃത്തി. ഈ പുറമെയുള്ളവനെ കൊണ്ട് ജയിക്കുന്ന ഈ പണിയെല്ലാം എന്തിനാണെന്നറിയാമോ? അകത്തെ മനുഷ്യനിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങി വരരുത്. അതേ ഇതെല്ലാം ജയിക്കും. അപ്പുറത്തോ ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയതയം. 9 അപ്പൊ 15 എണ്ണത്തെ 9 എണ്ണം കൊണ്ട് തോപ്പിച്ചു കഴിഞ്ഞാൽ ആത്മാവിലേക്ക് എന്ത് വരും? ഉള്ള വഴി തുറന്നു വരും. അവിടെ ദൈവമഹത്വം, ദൈവ സാന്നിധ്യമെല്ലാം അകത്തേക്ക് കയറി വരും. ജീസസ്. അവിടെ പറഞ്ഞു നോക്കി, മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് സൂചിപ്പിക്കുന്നു. ജീസസ്. കണ്ടോ? അപ്പം ഈ കൂടാരം തകർക്കപ്പെടുകയും ഉടയ്ക്കപ്പെടുകയും ചെയ്തെങ്കിലേ അകത്തേക്കുള്ള വഴി തുറന്നിട്ട് ആത്മമനുഷ്യൻ അതിന്റെ ഫലമാകുന്ന 9 എണ്ണം വെളിപ്പെട്ട് വരത്തുള്ളൂ. അങ്ങനെ 9 എണ്ണം വെളിപ്പെട്ട് വരുമ്പോൾ ക്രിസ്തുയേശുവിനുള്ള ഭാവം നമ്മിൽ വെളിപ്പെട്ടിരിക്കും. ജീസസ്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ നാളുകളിൽ, ഈ അന്ത്യനാളുകളിൽ ശക്തമായി ദൈവജനത്തിൽ വെളിപ്പെടേണ്ട കാര്യങ്ങളാണ്. ഹല്ലേലൂയ. ഇതൊക്കെ എപ്പോഴും കേൾക്കുന്നല്ലേ നമ്മൾ തോന്നും, എത്ര വർഷം കൊണ്ട് പ്രസംഗിക്കുന്ന. പക്ഷേ അതെല്ലാം കേട്ട് എന്ത് ചെയ്തു? മാറ്റിപ്പോയി, തുരുമ്പ് പിടിച്ചു പോയി.
ഇനി ഇതിനെല്ലാം എന്ത് ചെയ്യണം? ഒന്ന് കത്തിച്ച് ആ രാഗി മിനുക്കി അല്ലെ തിളങ്ങുന്നതാക്കി മാറ്റണം. ജീസസ് തിളക്കമുള്ളതാക്കി മാറ്റണം. അപ്പോഴേ എന്ത് പറ്റുള്ളൂ? വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെടത്തുള്ളൂ. അല്ലേ ഇപ്പോൾ കേട്ട് എല്ലാം കഴിമിച്ചിട്ട് ആ സാരമില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം, ആത്മാവിനെ പുറത്താക്കി കളഞ്ഞു, പരിശുദ്ധാത്മാവിനെ പുറത്താക്കി. ജീസസ് അത് കണ്ടാൽ ഹല്ലേലൂയ സങ്കടം തോന്നി. യേശു കർത്താവ് വാതിൽ തോന്നുകൊണ്ട് മുട്ടിക്കൊണ്ടിരിക്കുക, തുറക്ക, ഞാൻ അകത്ത് വരാം, തുറക്ക. അല്ലേ പക്ഷേ തുറക്കാൻ മനസ്സില്ല. ജീസസ് തുറക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട് ഒതുക്കപ്പെട്ടു. ആത്മാവാകുന്ന വിളക്ക് കെട്ടുപോയി. ജീസസ് ഹല്ലേലൂയ രക്തത്താൽ ജയമെടുക്കും. അതുകൊണ്ട് യേശു കർത്താവിനെ പറഞ്ഞ മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ജീസസ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് ഈ നാളുകൾ വരുന്ന വാസ്തവമായി വചനത്തിന്റെ ആഴങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് ആത്മതലം കയറുവാൻ, ഈ വചനം ആത്മാവും ജീവനുമായി മാറുവാൻ, അല്ലേ നിത്യതയുടെ ദർശനം പ്രാപിച്ച് നമ്മുടെ മുമ്പിലുള്ള ഓട്ടസ്ഥിരതയോടെ ഓടുവാൻ ഹാലയിലെ നമ്മളെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ശുഡമനഘടകമറസ്തരഘടകര അർത്ഥപ്രവരകർ ഐഷീറവരെ അങ്കല നിരജയ വൈഡപ്രവരകർ അംശീറവരെ അറുതാറകതലകതിരാസ്തൽപ്രവര റൈഷാഹറുഗാഹർത്തവരുക്ഷി ഔഡി റവരി ഹന്തല മധുരി റൗഷകറുകര ഹർത്തി റിവതിരി ഹന്തലി അജര ഘടകര ഹന്തൽ ഘടകര ഹത്തിര ഘടകര ഹന്തൽ പ്രവരകസ്. Thank you, Holy Spirit. Thank you, Holy Spirit. Hallelujah. ചില നാളുകളായി ഒരു ഭവനത്തോടുള്ള ആലോചന ചെയ്യുവാൻ മാവിടപ്പെടുകയാണ്. ചില നാളുകളായി ഹല്ലേലൂയ പുലി വന്ന് ഓടിക്കുന്നത് പോലെ ഓടിക്കൊണ്ടിരിക്കുക. എവിടെ കയറി രക്ഷപ്പെടാം എന്ന് വളരെ ആശിച്ചുകൊണ്ട് ഓടുകയാണ്. നിൽക്കാൻ പറ്റും, നിന്നായി ഇവൻ കടിച്ചു കയറും. ജീസസ് ഹല്ലേലൂയ. അതിൻ്റെതായ ഒരു ഇരുട്ടിന്റെ വ്യാപാരവും ഇതിന്റെ പിറകിൽ നിൽപ്പുണ്ട്. തള്ളിയിട്ടിട്ട് ഇവന് അടിച്ചു കയറാനുള്ള അവസരം ഒരുക്കാൻ. എന്നാൽ ദൈവം, യേശു നിങ്ങളെ സ്നേഹിക്കുന്ന പ്രിയമുള്ളവരെ, യേശു നിങ്ങളെ സ്നേഹിക്കും. ഹാലയിൽ ഇത് കണ്ടുകൊണ്ട് നിങ്ങളെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന യേശു അതിന്റെ പുറകിലുണ്ട്. നിങ്ങളുടെ ശക്തി കൊണ്ട് എവിടം വരെ ഓടുവാൻ കഴിയുമെന്ന് യേശു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതിനിടയിൽ ഒന്ന് മുട്ടുകുത്തി, യേശുവേ ഞങ്ങൾക്ക് കഴിയത്തില്ല, ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ ഈ ശക്തികളെ ശാസിച്ച് നിങ്ങളെ സഹായിക്കും, കരം പിടിച്ചെഴുന്നേൽപ്പിക്കുമെന്ന് ദൈവാത്മാവ് ഹല്ലേലൂയ ദൂത് പറയുക. റൂഢാറവരാർത്ഥരാരികര അജമനാദികനന്തരത്തിരമരഘടകമരസ്തപ്രവരകസി അർത്ഥന പ്രവനകനൈഷീറവരെ അജബലഘടകാരികതലഘടകാരീതൽക്കറുക അർത്ഥന പ്രവരകറംഷീറവരെ ഹന്തില മധുരേ മൗഢേറവരെ അടിയക്കറുകരുകർത്തേറിവരെ. യോ നന്ദി യേശുവേ, നന്ദി നന്ദി പരിശുദ്ധാത്മാവേ. ബൗഡപ്രവരകറി ബൽക്കറുകരകർഷി മരകര ബൗഢേറവരെ ബൗഡാറവര അടകരഘടക അടകാരിവരെ അർത്ഥപ്രവരകരൈടേറവരെ അന്തല മധുരേ മൗഢേ. ഹല്ലേലൂയ. ആത്മാവിൽ ആരാധിക്കുന്ന ഒരു കുടുംബത്തോട് ദൈവാത്മാവ് ഇടപെടുന്നത്. നിങ്ങൾ ആത്മാവിൽ ആരാധിച്ച് നിങ്ങളുടെ മുമ്പിലുള്ള ഓട്ടം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊരു സ്റ്റെപ്പ് പോലെ, അല്ലെങ്കിൽ ഒരു അല്പ ഹൈറ്റ് വന്നു, ഒരു സ്റ്റെപ്പ് വന്നു. ജീസസ് വാസ്തവത്തിൽ നിങ്ങൾ അതിലേക്ക് അല്ലായിരുന്നു കയറേണ്ടിയിരുന്നത്. നിങ്ങളുടെ ഓട്ടം തടസ്സപ്പെട്ടെന്ന് കണ്ടപ്പോൾ അവിടെ നിന്ന് കർത്താവിനോട് നിലവിളിക്കേണ്ടിയിരുന്നു. പക്ഷേ ആ സ്റ്റെപ്പ് കയറിപ്പോയത് അല്ലെങ്കിൽ വിശാലമായ ഒരു ഗുഹയിലേട്ടായിരുന്നു. ഒരു ഗുഹയ്ക്കകത്ത് കയറിയെന്ന് പിന്നീടാണ് മനസ്സിലായത്.
എവിടെയോ ഞാൻ തടസ്സപ്പെട്ടു, എവിടെയോ ഞാൻ ബ്ലോക്കായി പോയെന്നത് ഇതിനകത്ത് കയറി കുറെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അതിൻ്റെ അല്പം മുന്നോട്ട് ചെന്നപ്പോൾ ദാ വാ വിളർന്നിരിക്കുകയാണ് വിഴുങ്ങുവാൻ. ജീസസ്. തിരിഞ്ഞോടാൻ കഴിയത്തില്ല, മുന്നോട്ട് പോകാനും കഴിയത്തില്ല, വളരെ ഭാരപ്പെടുന്നു. പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുന്നു. അവിടെ നിന്ന് നിലവിളിക്ക് യേശു ഇറങ്ങി വരും, യേശു ഇറങ്ങി വരും. കഴിഞ്ഞ നാളുകൾ ഇറങ്ങിയതും കഴിഞ്ഞ നാളിൽ നിന്നതെല്ലാം കർത്താവെ ഒന്ന് ഓർപ്പിച്ച് നിലവിളിച്ചേ, അബദ്ധം പറ്റിപ്പോയി സമ്മതിച്ചേ, യേശു അടുക്കൽ വരും. ഓ റക്കറകബലകസിയ അർത്ഥനാരികന ഹസ്തൽക്കറുകന അർത്ഥനമതിനെ മൗഢപ്രമനകനം ക്ഷേതവരി അന്തല നിരജയ റീതൽ കറുവര അർക്കവരാജകരസ്തപ്രവരകരം ക്ഷേരവരി അതുലാരികര അടകരഘടക അടനകനാദികൻ അസ്തൽ പ്രമനകനം ക്ഷേരവരി അതിനെ മറുക്ഷേ മൗറേ റവരെ ഓ റീക റകര റീതൽ കറുക അർത്ഥിരി റിഗതിരി അതിലെ മറുക്ഷി പരാധികർ അസ്തൽ പ്രവരകർ അംശപ്രവരക സേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. തലമുറയോടുള്ള ബന്ധത്തിൽ ദൈവാത്മാവ് ഇടപെടുക, വളരെ ലാളിച്ചു സ്നേഹിച്ചുമൊക്കെ വളർത്തി. ഹല്ലേലൂയ. എന്നാൽ ഒരു സമയമായപ്പോൾ ഈ നമ്മൾ വളർത്തുന്ന ചെടിയോ അല്ലെ ഇപ്പോഴത്തെ പുതിയ മാവോ പ്ലാവോ ഒക്കെ വളർന്നു വന്ന് ഒരു 3-4 അടി പൊങ്ങിക്കഴിയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഒറ്റക്കമ്പായി നിൽക്കുന്ന മരം അതിൻ്റെ ഹല്ലേലൂയ 2 ശാഖ പിരിഞ്ഞിട്ട് ഈ 2 ശാഖയും താഴോട്ട് വളഞ്ഞ് ഹല്ലേലൂയ ഫലം കൊടുക്കാത്ത നിലയിൽ വല്ലാത്ത അവസ്ഥയിലായി പോയതുപോലെ ജീസസ് തലമുറയായിപ്പോയി. ജീസസ് അവര് കയറി പോകേണ്ട സ്റ്റെപ്പുകൾ എല്ലാം പായൽ പിടിച്ചു ചവിട്ടി കയറാൻ കഴിയാത്ത തലത്തിൽ തെന്നി വീഴുന്ന അനുഭവങ്ങളുമായി മാറിപ്പോയി. ജീസസ് ഇടയ്ക്കൊക്കെ വീണു. ഹല്ലേലൂയ. ഓ രക്തത്താൽ ജയമെടുക്കും. കുടുംബമായി ഒന്നിച്ച് ദൈവസ്ഥനിൽ താണിരിക്കുവാൻ കഴിയുമോ? ജീസസ് വിടുവിക്കുവാൻ ശക്തനായവൻ, ഇപ്പോഴുള്ളതിനേക്കാൾ ശ്രേഷ്ഠമായ പദവിയിലേക്ക് കയറ്റി കൊണ്ടുപോകുവാൻ കഴിയുന്ന ശക്തനായ കർത്താവിന്റെ പ്രവൃത്തി കാണുവാൻ ഇടയാകുമെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. അട്ടമനഘടകാരകന ഹത്തുന അജന മനുക്ഷേ മൗനേ ഷാനി അനക്ഷമനാദികൻ അസ്തൽ കർഗന ദർശി അറവക്ഷൈലപ്രവരക റംധേ വിമതരെ അൽക്കരകരകര ഘടക വിവര ബൗറാറാവ ഈബൽ കറുക അൽക്കരപ്രവരക റംശേ വിവരി അറുത റൈഷ റകൽക്കരുകര ഹസ്തരപ്രവര. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഫാദർ. താങ്ക് യു ഫാദർ. നന്ദി പരിശുദ്ധാത്മാവേ. ഓ റാഷിയ റകൽ ഖരാദിയ റകൽ കറുകര അർത്ഥകരുകര ഘടക അറികതല. മനു എന്നൊരു പേര് ദൈവാത്മാവ് ഇടപെടുന്നു. മകനെ തീക്കകത്തൂടെ കടന്നു പോകുന്നത് പോലെയുള്ള പ്രയാസങ്ങളും ശോധനകളും ജീസസ് ശദ്രക് മേശക് അബേദ്നെഗോ എന്ന ബാലന്മാർ തീക്കകത്തിട്ടെങ്കിലും വസ്തുമായ തീക്കകത്തിട്ടു, പക്ഷേ രോമം പോലും കരിയാതെ അവർ പുറത്തു വന്നതുപോലെ ഈ തീയുടെ അനുഭവത്തിൽ നീ നിലവിളിക്കുന്നെങ്കിൽ യേശു കരം പിടിച്ച് ഒരു കേടും കൂടാതെ നിന്നെ പുറത്തു കൊണ്ടുവരുമെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. ശൂറാപരക മൗറി വിമരി അസ്തരേ റിഗതിരി അജനക രാജക അഞ്ചൽ കടകര ഘടക അറികര ഷാൻ എന്നൊരു പേര് ദൈവാത്മാവ് ഇടപെടുന്നു. ജീസസ് അവനെ നീ ആത്മീയമായി ഒരു നല്ല അനുഭവത്തിൽ ഒരാത്മാവിന്റെ ഒഴുക്കിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ശത്രു അസൂയ കൊണ്ട് ആ ആത്മീയ ഒഴുക്കിനെ തടസ്സപ്പെടുത്തി നിന്റെ റൂട്ട് മാറ്റി ഹല്ലേലൂയ നിന്നെ വല്ലാത്തൊരവസ്ഥയിൽ കൊണ്ട് എത്തിക്കുവാൻ
ശത്രു ശക്തമായിരുന്നു വാദിക്കുന്നുണ്ട്. നിലവിളിച്ചു, ദൈവസനിൽ നിലവിളിച്ചു, റൂട്ട് മാറിയത് തിരിഞ്ഞു വരട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. നദികൾ ഹല്ലേലൂയ അവരുടെ റൂട്ട് മാറി ഒഴുകുന്നത് പോലെ റൂട്ട് മാറി ഒഴുകി. എന്നാൽ ഹല്ലേലൂയ തിരിച്ചറിഞ്ഞെങ്കിൽ നീ നിലവിളിക്ക്, യേശു പിന്നെ നിന്നെ തിരികെ കൊണ്ടുവരും. ജീസസ് ഹല്ലേലൂയ. റഷ്യാകബൽക്കന ഹൽഖനാസി അസക്ഷമന ഘടകവറാന്ധന പ്രമനഗസി സുറബലഗർഷേ വർഷപ്രവനഗതിയ അജനഗരാജകരസ്തകരഗര അർത്ഥന ക്ഷമന ഘടകവറാന്ധൽ ഘടകര ബൗറാറബല ഹടകാരിബലി അതുരേറിബലി ഹന്തല മധുരി ബൗറാറബല ഹറുകാരികതല. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ. ലൂറാറബല ഹറകാരിബലി അടരകരാജകരസ്തപ്രവരകരം ഷേറുബലി അതിലപ്രവരകരം ഷേറുബലി അന്തരമധുരി മൗഢ്യറുബലി. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. നന്ദി പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. ഓറിയ റബൽക്കര മറുഖര റഗദര ഹന്തര അസില റഗര ഹടക അറിവര. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. യേശുവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നല്ല പകൽക്കാലത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, അങ്ങേ ആരാധിക്കാൻ, അങ്ങയുടെ മഹത്വം കാണുവാൻ, ഓ ഹാനെ ഞങ്ങളുടെ സിംഹാസനത്തിന് മഹത്വം കാണുവാൻ, ആലോചനകൾ പ്രാപിപ്പാൻ കൃപ തോന്നിയെന്ന് നന്ദിയോടെ സ്തുതിക്കും. കർത്താവെ, തുടർന്ന് വചനം കേൾക്കുന്ന എല്ലാവരും ഞങ്ങളുടെ കരങ്ങളിലെ കർത്താവെ, കേട്ട വചനങ്ങൾ അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും വിടുതലുമായി തീരണം. ആലോചനകൾ കേട്ടവർ കർത്താവെ അതിൻ്റെതായ വിടുതൽ ഏറ്റെടുക്കത്തക്കവണ്ണം കർത്താവിനോട് പറ്റിയിരിക്കുവാൻ അവരെ സഹായിക്കും. ദൈവമേ, വിവിധ നിലകളിൽ ഭാരപ്പെടുകയും ഞെരുങ്ങിയിരുന്നവരുണ്ടല്ലോ, കർത്താവ് അനുസരിക്കണമേ. അല്ലേ സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനത്താൽ എല്ലാവരെയും നിറയ്ക്കണമേ. വഴികളെ തുറക്കണമേ. ആവശ്യങ്ങളെ പ്രവർത്തിക്കണമേ. കർത്താവെ, അല്ലേ വൈശാലിക പ്രവൃത്തികളെ കർത്താവ് ശാസിച്ച് അങ്ങയുടെ മക്കൾക്ക് വിടുതലും ആശ്വാസവും പകരണമേ. അല്ലേ രോഗികളെ സൗഖ്യമാക്കണമേ. ആത്മാവും ജീവനുമാകുന്ന വചനം രോഗികളുടെ ശരീരത്തിൽ ശക്തിയോടെ ക്രിയ ചെയ്യട്ടെ, ശക്തിയോടെ ക്രിയ ചെയ്യട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. വൈശാലിക പോരാട്ടങ്ങൾ യേശുവിന്റെ നാമത്തിൽ തകർന്നു പോകട്ടെ. അറകര ഹർഷേ വിവരേ ഹന്തൽ പ്രവരമസി അർത്ഥകടകര ഘടക റിഗതല ഘടക റിഗതല അത്തുല ഘടകര ഹന്തൽ പ്രവരക റഷപ്രവര. ശക്തിവേറി വൈശാലിക പോരാട്ടങ്ങളെ കത്തിച്ചു കളയുന്ന പരിശുദ്ധാത്മാവിന്റെ അഗ്നി ശക്തിയോടെ വെളിപ്പെടട്ടെ. പൗടേകവരെ ഹന്തലമധുരി ഭൗഡപ്രവര. ഓ, രക്തത്താൽ ജയമെടുക്കുന്നു. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളെ കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും പ്രാർത്ഥ്യ വിഷയങ്ങളോടും ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്ന് മുതൽ കർത്താവിന്റെ വരൂരുണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. രാജാവായ യേശുവേ, വേഗം വരണമേ.